ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. ഈ ഡിസ്ട്രിക്റ്റിൽ നമ്മളെങ്ങനെയാണ് ഒരു സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാമെന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണ് ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ലോഗിൻ ഐ ഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ലോഗിൻ നെയിമും പാസ്വേഡും വെച്ചിട്ട് നമ്മൾ സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടതുവശത്തായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ കാണാം. സോ അതിൽ അപ്ലിക്കൻ്റ് രജിസ്ട്രേഷനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആർക്കാണോ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടത് അവരുടെ പേരിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. സോ അവരുടെ പേര് അടിച്ചു കൊടുക്കുക. ഇപ്പം അവനവന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അവൻ്റെ പേര് തന്നെ, നമ്മുടെ പേര് തന്നെ അടിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ പേര് അടിച്ചു കൊടുത്തു. ആൻഡ് അടുത്തായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ അഡ്രസ് ഡീറ്റെയിൽസ്. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുന്ന സമയത്ത് തന്നെ ഏജ് അവിടെ ഓട്ടോമാറ്റിക്കലി വരും. ആൻഡ് ഹൗസ് നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പം ഹൗസ് നമ്പർ വാർഡ് 8 വീട്ടു നമ്പർ 128 ആണെങ്കിൽ 8/128 അങ്ങനെ അടിച്ചു കൊടുക്കുക. ഞാൻ വീട്ടു പേര്, ലൊക്കാലിറ്റി, ഇങ്ങനെ ബാക്കി അഡ്രസ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. നമ്മൾ അടിച്ചതിന് ശേഷം നമ്മൾ പെർമനൻറ്റ് അഡ്രസ്സ് എന്നുള്ളത് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കോപ്പി ചെയ്തിട്ട് വരും പെർമനൻറ്റ് അഡ്രസ്സ്. ദെൻ ഫാദറിൻ്റെയും മദറിൻ്റെയും പേര് അടിച്ചു കൊടുക്കുക. ആൻഡ് അവരുടെ കാസ്റ്റും റിലീജിയനും. നമ്മൾ റിലീജ് അടിച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റിൻ്റെ കോളത്തിൽ കാസ്റ്റിൻ്റെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്യുക. ആൻഡ് പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഗാർഡിയൻ്റെ പേരാണ്. അതായത് മാരീഡ് ആണെങ്കിൽ മാരീഡ്, അല്ലെങ്കിൽ അൺമാരീഡ് ആണ് അൺമാരീഡ്. മാരീഡ് എന്നുണ്ടെങ്കിൽ സ്പോസിൻ്റെ നെയിം കൊടുക്കുക, അൺമാരീഡ് ആണെങ്കിൽ ഗാർഡിയൻ്റെ നെയിം, പിന്നെ എത്ര കൊല്ലമായി ഇപ്പം പ്രസൻറ്റ് അഡ്രസ്സിൽ താമസിക്കുന്നുള്ളത് അടിച്ചു കൊടുക്കുക. ആൻഡ് മൊബൈൽ നമ്പർ കൊടുക്കണം. മൊബൈൽ നമ്പർ എന്തായാലും കൊടുത്തിരിക്കണം. ദെൻ റേഷൻ കാർഡ് നമ്പർ ആൻഡ് ആധാർ നമ്പർ. ആധാർ നമ്പർ ഇവിടെ കൊടുത്തിട്ടില്ല, ആധാർ നമ്പർ കൊടുക്കണം. എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അപ്പം അവിടെ കാണാം വെരിഫൈഡ് എന്ന്. ആൻഡ് അപ്പോൾ ഓക്കെ കൊടുക്കുക. ആൻഡ് സബ്മിറ്റ് കൊടുക്കണം. ഞാൻ അവിടെ സബ്മിറ്റ് കൊടുക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി എൻ്റെ ഡാറ്റ അടിച്ചിട്ടുണ്ട്. സോ നമ്മൾ അടിച്ചിട്ടുള്ള ഡാറ്റ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷനിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അടിച്ചിട്ടുള്ള പേരുകളൊക്കെ കാണാം. അതിൽ പേര് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ കാണാം. ആൻഡ് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. കണ്ടോ, ഡീറ്റെയിൽസ് അടിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ സേവ് കൊടുത്താൽ അല്ലെങ്കിൽ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ആവും, ചേഞ്ച് വരും. ഈ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ളതിൽ നമുക്ക് എൻക്ലോഷർ എന്നുള്ളത് കാണാം. എൻക്ലോഷറിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. സോ നമ്മളെ പേരടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ കാണാൻ പറ്റും. ആൻഡ് നമ്മൾ ഏത് ഡോക്യുമെൻ്റ് ആണെന്നുള്ളത് ഡോക്യുമെൻ്റ് നെയിമിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ബ്രൗസ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 100 KB ആണ് ഒരു PDF ഫയൽ ഉണ്ടാവേണ്ടത്. അതായത് ഒരു പേജ് ആണെന്നുണ്ടെങ്കിൽ 100 KB, 2 പേജ് ഉണ്ടെങ്കിൽ 200 KB താഴെ, അങ്ങനെയാണ്. അതിന് 100 DPI ആയിരിക്കണം അത് സ്കാൻ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. നമ്മൾ ഇനി എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അപ്ലൈ ഫോർ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിൻഡോ വരും. അപ്പം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു വയ്ക്കുന്ന ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ആപ്ലിക്കൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ പോയിട്ട് സെലക്ട് ചെയ്യാം. ആൻഡ് ഏത് സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യാം. ദെൻ സർട്ടിഫിക്കറ്റ് പർപ്പസ് കൊടുക്കുക. സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്, ഔട്ട്സൈഡ് ആണെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ്. ദെൻ നമ്മളിത് ഇൻകം സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ റേഷൻ കാർഡിലുള്ള ഇൻകം ഡീറ്റെയിൽസ് കൊടുക്കണം. സോ ആദ്യം റിലേഷൻഷിപ്പിൽ സെൽഫ് കൊടുക്കുക, എന്നിട്ട് ആരുടെ പേരിലാണോ അയാളുടെ പേര് കൊടുക്കുക. ആൻഡ് പിന്നെ പ്ലസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് വരും. സോ അവിടെ റിലേഷൻഷിപ്പ് റേഷൻ കാർഡിൽ ആരൊക്കെയാണുള്ളത് ആ റിലേഷൻസ് കാണിച്ചിട്ട് അവരുടെ പേരടിച്ചിട്ട് ആഡ് ചെയ്ത് പോവുക. റേഷൻ കാർഡിൽ എത്രയാണോ വരുമാനം അതാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. സോ അതിലുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കുക. ആൻഡ് ഇതിൽ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആരുടെ പേരിലാണോ കൊടുക്കുന്നത് അയാളുമായിട്ടുള്ള ബാക്കിയുള്ളവരുടെ റിലേഷൻഷിപ്പാണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ വരുമാനം കൊടുക്കുന്ന സമയത്ത് റേഷൻ കാർഡ് ഉള്ളതുപോലെ കൊടുക്കണം. എന്നാലേ റേഷൻ കാർഡ് നമുക്ക് പ്രൂഫായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാലറി സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പം പെൻഷൻ ഉള്ളതാണെങ്കിൽ പെൻഷൻ എത്രയാണെന്ന് വെച്ചാൽ ആ സർട്ടിഫിക്കറ്റിനനുസരിച്ചിട്ട് കൊടുക്കുക. ആൻഡ് ഇനി നമ്മൾ പ്രോപ്പർട്ടി ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്. സോ എവിടെയാണ് സ്ഥലമുള്ളത്? സോ വില്ലേജിൽ നികുതി അടച്ചിട്ടുണ്ടാവും.
സോ ആ നികുതി അടച്ച റെസിപ്റ്റിലുള്ള പോലെ തന്നെ ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ് അങ്ങനെ സെലക്ട് ചെയ്യാം. ആൻഡ് അത് സെലക്ട് ചെയ്തതിന് ശേഷം എത്രയാണോ നമ്മുടെ സർവേ നമ്പർ അടിച്ചു കൊടുക്കുക. തണ്ടപ്പേര് നമ്പർ അറിയില്ല, അത് അടിച്ചു കൊടുക്കുക. എല്ലാം ആ വില്ലേജ് അടച്ചിട്ടുള്ള ടാക്സിൻ്റെ റെസിപ്റ്റിലുണ്ടാകും. ആൻഡ് എത്ര സെൻറ്റ് സ്ഥലമാണ് എന്നുള്ളത് സ്ഥലം അടിച്ചു കൊടുക്കുക. സോ ഇങ്ങനെ ഒരു ബോക്സ് വരും, അതിൽ സെൻറ്റിലാണ് നമ്മൾ സെൻറ്റ് അടിച്ചു കൊടുക്കേണ്ടത്. ആൻഡ് കൺവേർട്ട് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്യാം. ആൻഡ് അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുക. സോ സേവ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അടിച്ച ഡീറ്റെയിൽസൊക്കെ ശരിയാണോ നമ്മളോട് ചെക്ക് ചെയ്യാം. ഒരു കാര്യം ചെക്ക് ചെയ്യേണ്ടത്, ഇവിടെ മഞ്ഞ ആസ്റ്ററിക്കുള്ളത് ഏതെങ്കിലും ഒന്ന് അടിച്ചാൽ മതി എന്നാണ്. ആൻഡ് ചുവപ്പ് ആസ്റ്ററിക്കുള്ളത് അല്ലെങ്കിൽ ചുവന്ന സ്റ്റാറിൻ്റെ സിമ്പിളുള്ളത് എന്തായാലും അടിക്കണം എന്നുള്ള രീതിയിലാണ്, മാൻഡേറ്ററി ആണ്. ആൻഡ് ഇവിടെ സർട്ടിഫിക്കറ്റ് പർപ്പസ് കൊടുക്കുമ്പോൾ സ്റ്റേറ്റ്സ് പർപ്പസോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ്, സ്റ്റേറ്റ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ, ഔട്ട്സൈഡ് ആണെങ്കിൽ പുറത്ത്. ആൻഡ് ഡിക്ലറേഷൻ കൊടുത്തിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ലോഗിൻ യൂസർ നെയിം ഉണ്ടാക്കിയ സമയത്ത് ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്കൊരു OTP വരും. സോ ആ OTP അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. സോ അടുത്ത് നമ്മൾ അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച് ചെയ്യാനാണ്. സോ നമ്മൾ എൻക്ലോഷറിൽ നേരത്തെ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അറ്റാച്ച് ചെയ്യണം. നേരത്തെ ഞാൻ അറ്റാച്ച് ചെയ്തതാണ് എൻക്ലോഷർ വഴി. സോ ഇവിടെ ഇതിലേതെങ്കിലും മാറ്റം വരുത്താണെങ്കിൽ, ഇപ്പം വില്ലേജിലെ നികുതി അടച്ചതൊക്കെ കൊല്ലം നമുക്ക് മാറ്റേണ്ടി വരും. സോ അത് നമ്മൾ ബ്രൗസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം, എവിടെയാണുള്ളത് അവിടെ പോയിട്ട് സെലക്ട് ചെയ്യാം. നമ്മൾ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മളത് സേവ് ചെയ്യണം. സേവ് ന്യൂ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് കാണണമെങ്കിൽ വ്യൂ കൊടുത്താൽ കാണാം. നമ്മൾ പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ 15 രൂപയാണ് നമുക്ക് ഉണ്ടാവുക. നമ്മൾ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ 15 രൂപ ആവുള്ളൂ. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിൻ്റെ ചാർജും കൂടി വരും. ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. റൂപേ കാർഡാണ് ഡെബിറ്റ് കാർഡിലുള്ളത്. വിസ അങ്ങനെയുള്ളതൊക്കെ ക്രെഡിറ്റ് കാർഡിലുണ്ട്. ഡെബിറ്റ് കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക, മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. സോ പേയ്മെൻറ്റ് കൊടുക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. സോ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ഫോണിലേക്ക് ഒരു OTP വരും. OTP എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നിട്ട് ഇതിൻ്റെ മെസ്സേജ് കാണാം. ഇൻ കേസ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഇൻ്റർനെറ്റ് സ്ലോ ആയി എറർ ആവുകയാണെങ്കിൽ, കണ്ടോ ടൈം ഔട്ട് എന്നിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഒന്നുകൂടിയും ഈ ഡിസ്ട്രിക്റ്റ് എന്നിട്ടുള്ള പോർട്ടൽ തുറക്കുക. വേറെ ടാബിൽ എടുക്കുക വയ്ക്കുന്നതാകുക. വേറെ ടാബ് തുറന്നിട്ട് ഈ ഡിസ്ട്രിക്റ്റ് പോർട്ടൽ നമ്മൾ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടി നമ്മൾ ലോഗിൻ ചെയ്യാം. നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ സർട്ടിഫിക്കറ്റ് എന്നുള്ളതിനെ കൊടുക്കുക. അപ്പം ആ വിൻഡോ വരും. നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള എൻ്റർ ചെയ്തിട്ടുള്ള ഡാറ്റ അവിടെ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പുതിയ ചെയ്യാമെന്നുള്ളൊരു മെസ്സേജ് വരും. സോ നമ്മൾ സേവ് ചെയ്യാം. എന്നിട്ട് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാം. നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു റെസിപ്റ്റ് കിട്ടും. അത് നമ്മൾ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ഫോട്ടോ എന്തെങ്കിലും എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. സോ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് റെസിപ്റ്റ് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. സോ ഞാനൊരു ഡേറ്റ് കൊടുത്ത് ഞാൻ മുമ്പ് അപ്ലൈ ചെയ്തതാണ്. സോ മുമ്പത്തെ ഡേറ്റാണ് കൊടുത്തത്. കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് സർവീസിൻ്റെ അവിടെ അപ്ലൈ ചെയ്ത സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും. സോ അതിന് സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആണ്. സോ പ്രിൻറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ PDF ആയിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോഴും നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അത് നോട്ട് ചെയ്ത് വെക്കണം എവിടെയെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ നമ്മൾ ഈ ഹിസ്റ്ററിയിൽ പോയി നോക്കിയിട്ട് നമുക്ക് കിട്ടും. സോ അത് നോട്ട് ചെയ്ത് നിൽക്കുന്നത് നല്ലതാണ്. ഇതുമാതിരി തന്നെ വേറെ രീതിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാൻ പറ്റും. ലോഗൗട്ട് ചെയ്യുക. ലോഗൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻ ഈ ഡിസ്ട്രിക്റ്റ് വെബ്സൈറ്റിലേക്ക് വരും. അതിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. കണ്ടോ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നിട്ടുള്ള ഒരു പേജിലേക്ക് വരും. അതിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് സർവീസ് എന്നുള്ള സെലക്ട് ചെയ്യുക. ആൻഡ് ദെൻ ഇൻകം എന്നുള്ള സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യാം. ആൻഡ് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സെർച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാണിക്കും. ആപ്ലിക്കേഷൻ നമ്പർ, നെയിം, ഏത് സർട്ടിഫിക്കറ്റ് ആണോ അത്, ഏത് വില്ലേജിനാണുള്ളത്,
ആൻഡ് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്. സോ അപ്രൂവ്ഡ് എന്നാണെങ്കിൽ നമ്മൾ പ്രിൻ്റ് കൊടുക്കുക. പ്രിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് PDF രൂപത്തിൽ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. നമുക്ക് ഡൗൺലോഡ് ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റാണ്. സോ ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിട്ട് കാണിക്കും കണ്ടോ. അതുപോലെ നമ്മൾ താഴെ ഗ്രീൻ ടിക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇനി നമ്മളെ ഗ്രീൻ ടിക്ക് മാർക്ക് വന്നിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ കുറച്ച് ലോങ്ങായി പോയെന്നറിയാം. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ആൻഡ് ഇനി എന്തെങ്കിലും ഡൗട്ട് അതിൽ വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, സൊല്യൂഷൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ബൈ.